അല്ല, എത്ര നേരമായി കാത്തിരിക്കുന്നു? അയാളിതുവരെ വന്നില്ലേ? വരും, വെയിറ്റ്. നല്ല രസമുള്ള സുന്ദരമായ സ്ഥലം. ഇച്ചായ, നമുക്ക് ഈ അമ്പലത്തിൽ കയറി ദേവി ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, ദൈവങ്ങൾക്ക് അങ്ങനെ ജാതിയും മതമൊന്നും ഇല്ലടോ. അല്ലേ വേണ്ട, കുളിച്ച് ശുദ്ധിയോടെ വേണ്ട ഈ അമ്പലത്തിൽ കയറാൻ. നമ്മളാണെങ്കിൽ നോൺ വെജും കഴിച്ചിട്ടാണ് വന്നേക്കുന്നത്. ജോസഫ് സാറെന്താ ഇവിടെ? ഈ നാട്ടിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. തിരിച്ചു പോകാൻ നേരത്താണ് ആലോചിച്ചത് താനിവിടെ ഉണ്ടല്ലോ. ഞാനിവിടെ അമ്പലത്തിൽ കാണുമെന്ന് ആര് പറഞ്ഞു? ആ കവലയിൽ വന്ന് വീട്ടിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ അമ്പലവാസിയാണ്, ഇവിടെ ഉണ്ടാവും. അങ്ങനെ നേരെ ഇഞ്ഞു പോന്നു. ഇതെൻ്റെ ഭാര്യ സൂസൻ. സാറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാണാൻ പറ്റിയ സന്തോഷം. ഇച്ചായൻ എപ്പോഴും ഉണ്ണികൃഷ്ണൻ്റെ കാര്യം പറയാറുണ്ട്. താനിനി കമ്പനിയിലേക്ക് തിരിച്ചു വരുന്നില്ലെന്ന് തന്നെയാണോ തീരുമാനം? 10-20 കൊല്ലം ഗൾഫിൽ ചൂടിക്കിടന്ന് പണിയെടുത്തതല്ലേ, മടുത്തു സാറേ. ഇനി ഈ നാടും കൃഷിയും അമ്പലവും കേട്ടാൻ കഴിയാമെന്ന് വിചാരിച്ചു. അല്ല, ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യയും മക്കളൊക്കെ? എനിക്ക് പെണ്ണും പിടക്കൊഴിയൊന്നും ഇല്ല മാഡം. ബാധ്യതകളെല്ലാം ഒതുക്കുന്ന തിരക്കിൽ ഒരു കുടുംബം ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. താൻ വയസ്സൊന്നായിട്ടില്ലടോ, ഇനിയും സമയമുണ്ട്. സാറ് വണ്ടി എടുക്ക്, വീട്ടിൽ പോയി അയ്യോ, സംസാരിക്കാം. സമയം വൈകി. എന്നാൽ പിന്നെ ഞങ്ങൾ ഇനി ഒരു സാവാം. ഉണ്ണികൃഷ്ണൻ വേഗം ഒരു കല്യാണം കഴിക്കാൻ നോക്ക്. ഞങ്ങൾ ആ കല്യാണത്തിനൊന്ന് അടിച്ചു പൊളിക്കാൻ കേട്ടോ. എന്നാലും ഇവിടം വരെ വന്നിട്ട് സൂസൻ പറഞ്ഞത് കേട്ടല്ലോ, താനൊരു പെണ്ണ് കേട്ടടോ. അപ്പോൾ ഞങ്ങളെ വിളിച്ചാൽ മതി. ഉണ്ണികൃഷ്ണ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. അപ്പം പിന്നെ കാണാം. എന്താ? എനിക്കിവിടെ മടുത്തു മോനെ. ഒരു തരത്തില് ജയന്റെ പെണ്ണുമായി ഒത്തുപോകാൻ പറ്റുന്നില്ല മോനെ. അതിന് ഞാനെന്ത് വേണം? മോനെ, ഞാൻ എല്ലാം നിങ്ങളായിട്ട് തിരഞ്ഞെടുത്തതാ, അനുഭവിച്ചോ. നീയും അമ്മയെ കൈവിടല്ലേ മോനെ. വയസ്സുകാലത്ത് ഞാൻ ഈ നരകത്തിൽ കിടന്ന് പെടാപ്പാട് പെടുകയാ. നേരാൻ വണ്ണം ആഹാരമോ മരുന്നോ ഒന്നും തരുന്നില്ല. എനിക്കിനി ഇതൊന്നും കേൾക്കേണ്ട ഒരാവശ്യമില്ല. എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്. നീ അങ്ങനെ പറയല്ലേ മോനെ. നീ എത്രയും വേഗം എന്നെ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോകണം. ഇനിയുള്ള കാലം ഞാൻ നിന്നോടൊപ്പം നിന്നോളാം. ആ, ഇതാരാ? ചേട്ടനോ? ചേട്ടൻ ഇവിടേക്കുള്ള വഴിയൊക്കെ മറന്നു എന്നാ വിചാരിച്ചേ. ഗതി കേട്ടാ വന്നല്ലേ പറ്റൂ. ഏട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഓ, കുറച്ച് ചൂടുവെള്ളം എടുത്താ. ഓ, അയ്യോ. ഓ, എന്തുണ്ട് ചന്ദ്രഹാസൻ പിള്ള വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം, ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു. നേരത്തിന് തിന്നാനും കുടിക്കാനൊക്കെ കിട്ടുന്നില്ലേ? അത് പോരെ? അല്ല മച്ചമ്പി, മേപ്പാട്ടുകാരുടെ ഈ തറവാട്ട് മഹിമയൊക്കെ പോയിട്ടും നിങ്ങളുടെ നെകളിപ്പിനൊരു കുറവുമില്ലല്ലോ. എനിക്കിനി എന്തോന്നും നെകളിപ്പ്. അകത്തോട്ടൊരെണ്ണം പോയിട്ടുണ്ടല്ലോ, എൻ്റെ ഭാര്യ, നിങ്ങളെ പെങ്ങള്. അവളോട് പറയണം പൊങ്ങച്ചൊക്കെ ഒന്ന് കുറയ്ക്കാൻ. മേപ്പാട്ട് എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങള്? എന്ത് വിശേഷങ്ങൾ, ഇങ്ങനെ തട്ടിയും മുട്ടി അങ്ങ് പോകുന്നു. ശ്രീജി ഇപ്പം മേപ്പാടാണോ? ഭർത്താവ് ചത്താ പിന്നെ ഭാര്യയ്ക്ക് എന്താ വീട്ടിൽ ബന്ധം? കുട്ടികളുണ്ടായിരുന്നെങ്കിൽ അതും പറഞ്ഞെങ്കിൽ അവിടെ നിൽക്കാമായിരുന്നു. പശുവും ചത്ത്, മോരിൻ്റെ പുളിയും പോയി. അവള് ചെറുപ്പമല്ലേ ഏട്ടാ, വേറെ ഏതെങ്കിലും ആലോചന നോക്കായിരുന്നില്ലേ? നോക്കണം, അത് പറയാൻ കൂടിയാ ഞാൻ അങ്ങോട്ട് വന്നേ. മച്ചമ്പിയേ, ആ പരിപ്പ് ഈ കലത്തി വേവൊന്നും തോന്നുന്നില്ല. നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? മിണ്ടാതെ അവിടെ ഇരുന്നോണം. ഉണ്ണീഷ് എവിടെ സഹോദരേ? അവൻ പുറത്തേക്ക് എവിടെ പോയിരിക്കുക. ദുബായ്ക്ക് ഒന്ന് തിരിച്ചു പോണ്. ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുക.
ആ, കൈ നിറയെ സമ്പാദിച്ച പിന്നെ സ്വന്തം നാട് തന്നെയാണ് നല്ലത്. അല്ല, ഏട്ടൻ എന്താ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ശ്രീജയുടെ കാര്യമാ. എൻ്റെ പിടിവാശിയും അകന്തയും കാരണമാണ് എൻ്റെ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ ആയത്. അവളുടെ മനസ്സ് കാണാൻ എനിക്ക് അന്ന് കഴിയാതെ പോയി. ഉണ്ണി ഒത്തിരി മോഹിച്ചിരുന്നതാ അവളെ. അന്ന് ഏട്ടനത് സമ്മതിച്ചില്ല. ഒരു ഗതിയും പരഗതിയില്ലാത്ത പാവങ്ങളായിരുന്നു ഞങ്ങൾ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഒത്തിരി ആർഭാടത്തോടെ കെട്ടിച്ച് വിട്ടതാ അവളെ. ഇപ്പൊ ഒരു ഗതിയില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാം വിധി, അല്ലാതെന്ത് പറയാനാ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. മച്ചമ്പി ഇപ്പം വന്ന കാര്യം പറയും. ഉണ്ണി ഇതുവരെയും പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ശ്രീജ അവന് വേണമെങ്കിൽ കെട്ടിച്ചു തരാം അല്ലേ? ആ, മച്ചമ്പിയെ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചേരാ. അന്ന് പെണ്ണ് ചോദിച്ചു വന്നപ്പോഴേ നിങ്ങളെൻ്റെ ഈ കവിളത്തടിച്ച പാട് ചന്ദ്രഹാസം മരിക്കോളം മറക്കൂല. നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? മിണ്ടാതെ അവിടെ ഇരുന്നോണം. ഈ കാര്യത്തിലേ എന്നെ മിണ്ടാതിരുത്താന്ന് നീ കരുതണ്ട സുഭദ്രേ. ഉണ്ണി ഒന്ന് വന്നോട്ടെ, അവനിതറിയട്ടെ. അവൻ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. എന്ത് തീരുമാനം എടുത്താലും ഞാൻ സമ്മതിക്കൂല. സുഭദ്ര, ഉണ്ണീശ എന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ പോയത് കണ്ടോ നീ? ചേട്ടൻ സമാധാനിക്ക്, ഞാനവനോട് സംസാരിച്ചിട്ട് വരാം. ആ, അല്ല രാമമാമനോ? എന്താ മാമ പതിവില്ലാത്തൊരു വിസിറ്റ്? വിശേഷമല്ലോ ഉണ്ടോ? ഓ, ഇത്രയും കാലമില്ലാത്ത വിശേഷം. രണ്ടു ദിവസമായി മോൻ നാടൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ വന്നതാണ്. അല്ല, നിന്റെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞെന്നോ, ഭാര്യ അങ്ങാണ്ട് പിണങ്ങിപ്പോയെന്നോ ആരൊക്കെയോ പറയുന്ന കേട്ടല്ലോ. ഓ, അങ്ങനെയൊന്നുമില്ല. ബിസിനസ് ഭയങ്കര മോശമായിരുന്നു, ഞാനങ്ങ് നിർത്തി. ഓ, സമ്പത്ത് വരാനും പോവാനും ഒക്കെ ഒരു താമസവും വേണ്ട. എൻ്റെ കാര്യം തന്നെ നോക്ക്. മാളിയപ്പുറത്തിരുന്ന ഞാൻ ഇപ്പം ഈ അവസ്ഥയിലായി. സമ്പത്തുള്ളപ്പോഴേ നെകളിച്ചാലേ ഇങ്ങനെ വരൂ. ജയേഷ, ഞാൻ വന്നത് പ്രധാനപ്പെട്ട കാര്യം പറയാനാ. നീയും കൂടെ കേട്ടിട്ട് വേണം ഒരു അന്തിമ തീരുമാനം എടുക്കാൻ. മാമ ഇരി, ഞാനിപ്പോൾ വരാം. മച്ചമ്പിയേ, ഇവിടുത്തെ പുളിങ്കൊമ്പേ വളയ്ക്കാൻ ഇത്തിരി പാടാ. ഏത് ഉണ്ണി, ആ. നീ എന്താ രാമേണ്ണെ കണ്ട് ഒന്നും മിണ്ട പോലും ചെയ്യാത്തെ? ഏട്ടൻ എത്ര വലിയ വിഷമായെന്നറിയൂ? ഓ, വലിയ അഭിമാനികളും തറവാടികളും അവരോടൊക്കെ ഞാൻ എന്ത് മിണ്ടാനാ അമ്മേ? ഏട്ടനൊരു ആലോചനയായിട്ടാ വന്നത്. എന്താലോചന? ആർക്ക്? ശ്രീജയുടെ കാര്യമൊക്കെ നിനക്കറിയാലോ. ഭർത്താവുമൊത്ത് 3 മാസം പോലും കഴിയാനുള്ള യോഗ ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. നിനക്കിഷ്ടാണെങ്കിൽ ശ്രീജയെ കല്യാണം കഴിച്ച് തരാന്നാ രാമേട്ടൻ പറയണേ. എന്തേ ഇപ്പോൾ എന്നെ കല്യാണം കഴിപ്പിക്കണത് തോന്നലെല്ലാവർക്കും? പ്രായേറി വരികയാണ്. ഇനിയുള്ളൊരു ജീവിതത്തിന് ഒരു കൂടും കുടുംബമൊക്കെ നിനക്കും വേണ്ടേ? ഈ ചിന്ത പണ്ട് എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇവിടെ ഉള്ളവരുടെ സുഖത്തിനും മറ്റു സൗകര്യങ്ങൾക്കും വേണ്ടി മാട് പോലെയാണമ്മേ ഞാൻ അവിടെ പണിയെടുത്തത്. എൻ്റെ ജീവിതമാണ് നഷ്ടപ്പെടുത്തിയത്. പക്ഷെ അതാരും മനസ്സിലാക്കാതെ എന്നെ ഒറ്റപ്പെടുത്തി. അതാണ് സഹിക്കാൻ വയ്യാത്ത അമ്മേ. അതെന്തു പറച്ചില്ല ഉണ്ണി. സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നീ കഷ്ടപ്പെട്ട് മിക്കണ്ടതൊക്കെ ഉണ്ടാക്കിയതും. അതെന്റെ കടമയല്ലേ ഉണ്ണി? കടമ? തിരിച്ച് ആ കടപ്പാടും സ്നേഹവും ഇവിടെ ആർക്കെങ്കിലും എന്നോടുണ്ടോ? നിങ്ങൾ എന്നെ പറ. നീ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുത്തില്ലേ? പിന്നെ ഇപ്പോ എന്താ നിനക്കൊരു മനംമാറ്റം? നിന്നെപ്പോലെ തന്നെ മറ്റുള്ള മക്കളും സുഖമായിട്ട് ജീവിക്കണമെന്നാ എൻ്റെ ആഗ്രഹം. അല്ലമ്മേ, ജയേട്ടൻ വന്നിട്ട് 2 ദിവസമായല്ലോ. പ്രിയയും കൊച്ചും ഇന്നലെയും വന്നിട്ട് പോയി. ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ചീഞ്ഞു നടന്നുണ്ട്. എന്താണെന്ന് അമ്മ എന്നോട് പറ.
അവർക്കെല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ അല്ലേ ഉണ്ണി. ബിസിനസ്സൊക്കെ തകർന്ന് ജയൻ ആകെ പരിങ്ങല്ല. പട്ടണത്തിലെ വീടും വിറ്റ് എല്ലാ കടങ്ങളും തീർക്കാനാ അവന്റെ പ്ലാൻ. എന്നാലും തീരില്ലാത്രേ. അതിനിപ്പം ഞാൻ എന്ത് വേണമെന്നാ? എനിക്ക് തരാനുള്ളത് നീ കിട്ടിയാൽ മതി. എന്ത് തരാൻ? എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചേട്ടന് തന്നു. ബിസിനസ് തുടങ്ങാനും വീട് വയ്ക്കാനും നല്ലൊരു എമൗണ്ടും നല്ലൊരു സാമ്പത്തിക ശേഷിയും ഞാൻ ചേട്ടനുണ്ടാക്കി തന്നു. ജയൻ ചോദിക്കുന്നത് അവന്റെ ഓഹരിയാ. ഓഹരി? അതെ, എന്റെ പേരിലുള്ളതൊക്കെ ജയനും പ്രിയയ്ക്ക് അവകാശമുള്ളതല്ലേ. പട്ടണത്തിലെ വീട് വിറ്റാലേ എനിക്ക് ഒരുവിധം പിടിച്ചു വയ്ക്കാൻ പറ്റൂ. ഇനിയൊരു വീട് വാങ്ങുവാനോ വിൽക്കുവാനുള്ള പാങ്ങൊന്നും എനിക്കില്ലടാ. വാടക വീട്ടിൽ കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെണ്ണുപിള്ള കൊച്ചുങ്ങളെ കൊണ്ട് അവളെ വീട്ടിൽ പോയി. അതുകൊണ്ട് അനിയ, ഈ വീട് എനിക്ക് തരണം. ഞാൻ സ്വാർത്ഥനല്ലാത്തതുകൊണ്ട് ഒക്കെ അമ്മയുടെ പേരിൽ വാങ്ങിക്കൂട്ടി. ഏട്ടനും പ്രിയയ്ക്കും എല്ലാം വീതം വെച്ച് കൊടുത്തോ. വീതം വയ്ക്കുമ്പോൾ എനിക്കായി ഒന്നും മാറ്റി വയ്ക്കരുത് അമ്മേ. പറ പറ. നിന്നോട് ആലോചിക്കാണ്ട് എനിക്ക് എന്താടാ ചെയ്യാൻ പറ്റുക? ഒക്കെ നീ സമ്പാദിച്ചതല്ലേ. അമ്മേ, ഈ വീടും പറമ്പും എത്രയും വേഗം എൻ്റെ പേരിലാക്കണം. എനിക്കൊരല്പം ജോലിയുണ്ട് ഇവിടെ. എല്ലാവരും മുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും. രാമേട്ടനോട് ഞാൻ എന്താ പറയേണ്ടത് ഉണ്ണി? അർഹതയില്ലാത്തതൊന്നും ഉണ്ണികൃഷ്ണന് വേണ്ടാന്നൊന്ന് പറഞ്ഞേക്ക്. എടാ ശിവരാമ, ഈ രാമൻപിള്ള ഒരു കാര്യമായിട്ടാ അത് വെടിപ്പായിട്ട് ചെയ്തിരിക്കും. അത് ഞങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ നല്ല വെടിപ്പായിട്ട് ചെയ്തിരിക്കും. രാമൻപിള്ളച്ചേട്ടൻ ആരാ മോൻ? അതെ അതെ. കേരളത്തിലെ എണ്ണി പറയുന്ന ആനകളെ ഇവിടെ കൊണ്ടുവന്നിരിക്കും. അതോടൊപ്പം മേളക്കാരെ. അതെ അതെ. അങ്ങനെ ആ അസുര വിത്തുക്കൾ വരുന്നുണ്ട്. മാമ, ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. മാമനോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? കാശിന്റെ കാര്യം വല്ലതും ആണെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കാം, നടക്കില്ല. ആർക്ക് വേണം നിങ്ങളുടെ കാശ്? ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ശ്രീജയുടെ കാര്യമാണ്. ശ്രീജയോ? ഏത് ശ്രീജ? ഓ, എൻ്റെ മോള് ശ്രീജ. അവക്കെന്ത് പറ്റി? ഞാനിങ്ങോട്ട് വന്നപ്പോൾ അവള് പയറ് പോലെ നിൽക്കുന്ന കണ്ടല്ലോ. പറ. അതല്ല മാമ, ഞങ്ങളുടെ കല്യാണക്കാര്യമാണ് മാമനോട് പറയാനുള്ളത്. ഓഹോ, അതൊക്കെ തീരുമാനിച്ചോ? അതെ, എപ്പോഴാ കല്യാണം? എടാ സോമ, ശിവരാമ, നിങ്ങളൊക്കെ കേട്ടില്ലേടാ എന്റെ മോളെ കല്യാണമെന്ന്? അത് ഞാൻ അറിയാതെ. അങ്ങനെ സദ്യ ഒരുക്കട്ടെ. പോടാ. അതിനെന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? ട്യൂട്ടോറിയൽ തോറും പഠിപ്പിച്ചും അമ്പലങ്ങൾ തോറും പാട്ടും പാടി നടക്കുന്ന നിനക്ക് എന്ത് ധൈര്യത്തിന്റെ പുറത്താടാ എന്റെ മോളെ കെട്ടിച്ചേരേണ്ടത്? ഒരു യോഗ്യതയില്ലാത്ത നിന്റെയൊക്കെ തന്തയ്ക്ക് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തതേ അയാളുടെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെയാ. ഒടുവിലോ എല്ലാം വിറ്റു തുലച്ച് കുടിച്ച് നശിപ്പിച്ച് എന്റെ പെങ്ങളെ വഴിയാധാരമാക്കി. ഇനി ആ തെറ്റാവർത്തിക്കില്ല. ഇനി ആ മോഹമൊക്കെ കളഞ്ഞിട്ട് നീയൊക്കെ പോയിന്റെ പിള്ളേർമാരെ. ഇനി മേലാൽ എൻ്റെ മകളുടെ കണ്ണ് വെട്ടത്തെങ്ങാനും വന്നു പോയാൽ അറിയാലോ രാമൻപിള്ളയെ. പിന്നെ നിങ്ങളങ്ങ് ഒലത്തും. വേണ്ടി വന്നാൽ മേൽപ്പാട്ട് വന്ന് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകും. ആഹാ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്നിറക്കിക്കൊണ്ട് പോടാ. കാണിക്കും, കാണിച്ചിരിക്കും. പാടാ. അല്ല, നീ എങ്ങോട്ടാ യാത്ര? തെക്കേ പാടത്തേക്ക്. അവിടെ എൻ്റെ പേരിൽ ഞാനൊരു വീടും പറമ്പും മേടിച്ചിട്ടുണ്ട്. ഇനിയുള്ള ജീവിതം ഞാൻ അവിടെയാണ്. ഏട്ടനും കുടുംബവും ഇനി ഇവിടെ കഴിയുമ്പോൾ
ഞാൻ അവർക്കൊരു ഭാരമാവാൻ പാടില്ല. നീ എങ്ങനെയാ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നത്? എത്ര കാലം വേണമെങ്കിലും നിനക്ക് ഞങ്ങളോടൊപ്പം താമസിച്ചൂടെ? ഔദാര്യത്തിന് നന്ദി ചേട്ടാ. എന്നാലും അത് വേണ്ട. എൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഞാൻ പോവുക. എന്നാ ഈ അച്ഛനെ കൂടി നിന്നോടൊപ്പം കൊണ്ടുപോടാ മോനെ. അത് വേണ്ടച്ചാ. അച്ഛൻ ഇവിടെ ഉണ്ടാവണം. കാലം തന്ന ശിക്ഷ ഏറ്റുവാങ്ങി ഈ ഭൂമുഖത്ത് അച്ഛൻ ഉണ്ടാവണം. ഞാൻ പോവുക. എന്താ ഉണ്ണി ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നേ? ഉണ്ണിക്ക് എന്നെ മനസ്സിലായില്ലേ? സംശയിക്കണ്ട, ഞാൻ മായ ഗോപിനാഥ്, FB-യിലെ ഉണ്ണിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. മായ? മായ എന്താ ഇവിടെ? അതും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? മുന്നറിയിപ്പില്ലാതെ വരുന്ന സംഭവങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഉണ്ണിയെ ഒന്ന് കാണണമെന്ന് ഉത്കടമായ ആഗ്രഹം തോന്നി നേരെ വെച്ച് പിടിച്ചിങ്ങി പോകും. ഈ വീട് കണ്ടെത്താൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു. മായ കയറിയിരിക്കും. ഓക്കേ. ഞാനൊരു ചായ എടുക്കാം. ഇപ്പൊ ചായ ഒന്നും വേണ്ട. ഉണ്ണിയുടെ അതിശയൊന്നും ഇനി മാറിയിട്ടില്ലല്ലേ? ഞാൻ വന്നതൊരു ബുദ്ധിമുട്ടായോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഏറെ നാളുകളായി അതിഥികളാരും വരാത്ത വീടാണിത്. അതിൻ്റെ ഒരു അമ്പരപ്പ് എനിക്കുണ്ട്. ചാറ്റിങ്ങിലൂടെ ഉണ്ണി പറഞ്ഞത് എനിക്കറിയാലോ. പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു അതിഥിയായിട്ടല്ല. പിന്നെ എൻ്റെ കാര്യങ്ങൾ കുറേയൊക്കെ ഞാൻ ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരേ വഴിയിലെ യാത്രക്കാരാണ് നമ്മളെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഉണ്ണിയോട് എല്ലാം തുറന്നു പറഞ്ഞത്. എനിക്ക് മടുത്തു ഉണ്ണി. ആ കൊട്ടാരം പോലുള്ള വീടും അവിടുത്തെ സൗകര്യങ്ങളും ഒക്കെയും എല്ലാം വിട്ടിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ഞാൻ. മായ എന്താ ഈ പറയുന്നത്? എന്താ എന്താ തൻ്റെ പ്രശ്നം? എനിക്ക് ഉണ്ണിയോട് ചിലത് ഉള്ളു തുറന്ന് പറയാനുണ്ട്. അതിനെന്താ? മായ ബാഗെല്ലാം ഇങ്ങോട്ട് വെച്ചോളൂ. ശരി. എത്ര മനോഹരമാണ് ഉണ്ണിയുടെ ഗ്രാമവും അമ്പലവും ഒക്കെ. റിയലി ഫാന്റാസ്റ്റിക്. അതുകൊണ്ടാണല്ലോ ദീർഘകാലത്ത് പ്രവാസ ജീവിതമെല്ലാം നിർത്തി ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ഉണ്ണിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടം. അതെ, ഈ ഗ്രാമത്തിൻ്റെ ഒരു ശുദ്ധിയുണ്ട്. സ്നേഹത്തിൻ്റെ പ്രാവുകൾ ചിറകടിക്കുന്ന സംഗീതത്തിൻ്റെ ഒരു ശുദ്ധിയുണ്ട്. ആഹാ, ഉണ്ണിയിൽ നല്ലൊരു കവിയും കലാകാരനും ഉണ്ടല്ലോ. ഞാനിവിടെ ഇവിടെയും കൂടിക്കോട്ടെ ഉണ്ണി. അതിനെന്താ, കൂടിക്കോളൂ. നഗരവും നഗരജീവിതമൊക്കെ മടുത്തോ? സത്യമായിട്ടും എല്ലാം എനിക്ക് മടുത്തുണ്ണി. ഓരോ ദിവസങ്ങളും വിരസതയുടെ തടവിൽ കിടന്ന് ഞാൻ വീർപ്പ് മുട്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്താടോ, എന്താ പറ്റിയത്? ഏകാന്തതയും അരക്ഷിതാവസ്ഥയും കൂടി എന്നെ വല്ലാതെ സ്ട്രഗിൾ ആക്കുന്നുണ്ണി. ഒറ്റപ്പെടൽ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു. എന്നെ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷിക്കാമോ ഉണ്ണി? തൻ്റെ ഭർത്താവും മകളും ഒക്കെ? ഭർത്താവ് 20 വർഷത്തെ ദാമ്പത്യം ഒരു പേപ്പർ തുണ്ടിൽ എഴുതി അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ കൂട്ടുകാരിയോടൊപ്പം പോയി. കഴിഞ്ഞ ആഴ്ച കാനഡയിൽ പഠിക്കുന്ന മകനും ഇങ്ങോട്ട് തിരക്കി വരാതെ. കുറേ നാളായി സമ്പന്നതയുടെ വിരസതയും മടിപ്പിക്കുന്ന ഏകാന്തതയും ഉണ്ണിയുടെ മെസ്സേജുകളും ചാറ്റുകളുമായിരുന്നു എനിക്കൊരു ആശ്വാസം. അത് ആശ്രയമായി ഞാൻ കാണുന്നു. ഉണ്ണി പറഞ്ഞു തന്ന ആശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രതീക്ഷയുടെ ഊർജവും, അത് എന്നെ പ്രണയിനിയാക്കിയിരിക്കുന്നു. ഉണ്ണിയുടെ മാത്രം പ്രണയിനി. ഉണ്ണിയുടെ സ്നേഹവും കരുതലും എനിക്ക് വേണം. അതിനുവേണ്ടിയാണ് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഉണ്ണിയെ തേടി ഇവിടെ വന്നത്. എന്നെ കൈവിടല്ലേ ഉണ്ണി. മായയുടെ അപേക്ഷയ്ക്ക് മുന്നിൽ ഞാൻ ഉത്തരം മുട്ടി നിന്നു. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ അയച്ച മെസ്സേജിലുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ.
മായ, ഈ പ്രസാദം ഞാൻ മായയുടെ നിറയിൽ ചേർത്തട്ടെ. എനിക്കിതേറെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അതിന് എന്നേക്കാൾ അർഹതപ്പെട്ട വേറൊരാളില്ലേ? അതാര്? ശ്രീജേ, ശ്രീജേ, നിങ്ങൾ തമ്മിലാണ് ഇനി ഒന്നിക്കേണ്ടത്. ഉണ്ണിയുടെ മനസ്സിലെ ആതിഥേയാകാനല്ല, അതിഥിയാകാനാണ് എൻ്റെ വിധി. എന്താ മായ ഇത്? എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു പ്രണയം തകർന്ന വേദനയുടെ മുറിവുകൾ എത്രയോ വർഷങ്ങളായി ഉള്ളിൽ പേറുന്നവരാണ് നിങ്ങൾ. ആ മുറിവുകൾ ഇന്നിവിടെ ആദിപരാശക്തിയുടെ മുന്നിൽ വെച്ച് അലിഞ്ഞില്ലാതാവണം. ഉണ്ണി ഈ പ്രസാദം ഇവരുടെ നെറ്റിയിലിട്ട് കൊടുക്കുക. അപ്പോഴേ ഇനി ഞാൻ പോകട്ടെ. ഇനി ഞാൻ വരും നിങ്ങളുടെ അതിഥിയായി.